اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد خسر الذين كذبوا بلقاء الله حتى إذا جاءتهم الساعة بغتة قالوا يا حسرتنا على ما فرطنا فيها وهم يحملون أوزارهم على ظهورهم ألا ساء ما يزرون. وما الحياة الدنيا إلا لعب ولهو وللدار الآخرة خير للذين يتقون أفلا تعقلون. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ശാസനകൾ ശ്രദ്ധാപൂർവം ജീവിതത്തിൽ പകർത്തിയും ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. സത്യവിശ്വാസികൾ എല്ലാ അർത്ഥത്തിലും വിശ്വാസി സമൂഹത്തിന് ആത്മസമർപ്പണത്തിൻ്റെയും ആത്മീയ ഉത്കർഷതയുടെയും മഹിതമായ മാതൃകകൾ സമ്മാനിക്കുന്ന സവിശേഷമായ ഒരു ഇബാദത്തിനു വേണ്ടി അഥവാ വിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനങ്ങൾക്കായി ഒരുങ്ങി തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലാണ്. കഴിഞ്ഞ ഖുതുബയിൽ അത്തരമൊരു ഒരുക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും അത് എങ്ങനെയാകണം എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ കേട്ടത്. ബുധമടുക്കുന്ന ഒരു വിശ്വാസി ഇതര കാലത്തു നിന്ന് അല്ലെങ്കിൽ നാളുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒരു മനസ്സോടെയാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പ്രവർത്തിക്കുക എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് അവർക്ക് പള്ളിയിൽ നേരത്തെ എത്താൻ കഴിയുന്നത്. അക്കാരണം കൊണ്ട് തന്നെയാണ് ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് അവർ പ്രാമുഖ്യം കൽപ്പിക്കുന്നത്. അതുപോലെ അല്ലാഹുവുമായി ഉള്ള ബന്ധം സുശക്തമാകാൻ ദിക്റിലൂടെ, പ്രാർത്ഥനയിലൂടെ അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ആവുന്നത്ര നന്മകൾ വർദ്ധിപ്പിക്കുവാനുള്ള
ഒരു തിരക്കിലായിരിക്കും യഥാർത്ഥ വിശ്വാസി. തനിക്ക് വന്നു കിട്ടിയ ഒരു മഹത്തായ ഭാഗ്യമായി റമളാനിനെ അവിടെ വിശ്വാസി കാണുകയാണ്, അല്ലെങ്കിൽ കാണേണ്ടതുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന, അല്ലെങ്കിൽ സ്വഹാബികൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു സംഗതിയുണ്ട്. അത് ഖുലാഅ ഗോത്രത്തിലെ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒരു സ്വഹാബിയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. ഒരേ സമയത്ത് ഇസ്ലാം മതം ആശ്ലേഷിച്ച ഖുലാഅ ഗോത്രത്തിലെ രണ്ടാളുകൾ, ഒരാൾ സ്വാഭാവികമായ മരണമാണ് മരിച്ചത്, മറ്റേയാൾ ഷഹീദാവുകയാണ് ചെയ്തത്. കഥ നമ്മൾ കേട്ടതുകൊണ്ടും നമ്മൾക്കറിയാവുന്നതുകൊണ്ടും പരത്തി പറയുന്നില്ല. അവിടെ അതേ ഗോത്രത്തിൽ തന്നെ പെട്ട മറ്റൊരു സ്വഹാബി സ്വപ്നം കാണുന്നത് ഷഹീദായ സ്വഹാബിയേക്കാൾ മുമ്പ് ഒരു കൊല്ലം കഴിഞ്ഞ് മരിച്ച മറ്റേ സ്വഹാബിയാണ് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നതായി സ്വപ്നം കാണുന്നത്. എല്ലാവർക്കും ഒന്നും സ്വപ്നം വ്യാഖ്യാനിക്കാൻ അവകാശമില്ല, സ്വപ്നം ദീനിൽ തെളിവുമല്ല. പക്ഷേ സ്വഹാബി വര്യന്മാര് പ്രവാചകനോട് പറയുമ്പോൾ പ്രവാചകൻ അതിനൊരു വിശദീകരണം കൊടുക്കുകയാണെങ്കിൽ അത് സ്വീകാര്യയോഗ്യമാണ്. അങ്ങനെയാണ് സ്വപ്നവുമായി ബന്ധപ്പെട്ട സംഗതി. ബാങ്ക് വിളിക്കുന്ന രൂപം സ്വഹാബികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്ന ദർശനം കാണിച്ചു കൊടുത്തു. പ്രവാചകനും അതേ സ്വപ്നം കണ്ടു. എങ്ങനെയാണ് നിസ്കാരത്തിന് എല്ലാവരും കൂടെ പള്ളിയിലൊന്ന് ഒരുമിച്ച് കൂട്ടാൻ എന്തുണ്ട് മാർഗം എന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ചകൾ, ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബി വര്യന്മാർക്കും പ്രവാചക പുങ്കവന് തന്നെയും റളിയല്ലാഹു അൻഹും ഇതുപോലെ ഒരു സ്വപ്നം കാണിക്കുന്നത്, ബാങ്ക് വിളിക്കുന്ന സ്വപ്നം. അതിൻ്റെ ലഫ്ള് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മണിയടിക്കുകയല്ല വേണ്ടത്, ചെണ്ടമുട്ടുകയല്ല വേണ്ടത്, മറ്റെന്തെങ്കിലും അപശബ്ദങ്ങൾ ഉണ്ടാക്കുകയല്ല, ഒച്ചയുണ്ടാക്കുകയല്ല വേണ്ടത്. ഈ രൂപത്തിലുള്ള ബാങ്ക് വിളിയുടെ ലഫ്ളുകൾ ഒരാൾ മുഴക്കുക, കേൾക്കുന്നവരെല്ലാം ആ സമയത്ത് പള്ളിയിൽ വരിക എന്ന ഒരു സമ്പ്രദായം, അങ്ങനെ ഒരു സ്വപ്ന ദർശനത്തിലൂടെയാണ്. ഇവിടെ ഈ സ്വഹാബി സ്വപ്നം കാണുന്നത് ഷഹീദിന്റെ മുമ്പ് ഒരു കൊല്ലം കഴിഞ്ഞ് മരിച്ച ഒരാള് എങ്ങനെ ഷഹീദിന്റെ മുമ്പ് സ്വർഗത്തിൽ കടന്നു എന്ന, അയാൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് അതേക്കുറിച്ച് അത്ഭുതം പ്രകടിപ്പിച്ചപ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, അദ്ദേഹം വീണ്ടും ഒരു കൊല്ലം ജീവിച്ചില്ലേ? അതേ റസൂലേ, ഒരു കൊല്ലം ജീവിച്ചു. ഷഹീദായ ആളിനേക്കാൾ ഒരു റമളാൻ അദ്ദേഹത്തിന് അധികം കിട്ടിയില്ലേ? പ്രവാചകൻ ചോദിച്ച ചോദ്യത്തിനൊക്കെ അതേ എന്നാണ് സ്വപ്നം കണ്ടയാളിന്റെ മറുപടി. പ്രവാചകൻ ചോദിച്ചു, അദ്ദേഹം നമസ്കരിച്ചതിനേക്കാൾ കൂടുതൽ ആയിരക്കണക്കിന് റക്അത്തുകൾ നമസ്കരിക്കാൻ, ഫർളായും സുന്നത്തായും നമസ്കരിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ലേ? ഈ ചോദ്യത്തിലൊക്കെ അതേ എന്നായിരുന്നു ഉത്തരം. അതുകൊണ്ടാണ് ഷഹീദിനേക്കാൾ മുമ്പ് ഒരു കൊല്ലം കഴിഞ്ഞ് മരണപ്പെട്ടയാളിന് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിക്കൊടുത്തത് എന്നർത്ഥം. തീർച്ചയായും നോമ്പ് എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് സ്വർഗം നേടിത്തരുന്ന ഒരു അമലാണ്. ഉമാമ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് വന്നിട്ട് ആവശ്യപ്പെട്ടത് നമുക്കറിയാം, മുർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന,
സ്വർഗപ്രവേശം സാധ്യമാകുന്ന ഒരു അമല് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഒരു അമല് എങ്കിൽ ഫസ്സും എന്നാണ്. താങ്കൾ നോമ്പനുഷ്ഠിക്കുക. കുറെ കാലം കഴിഞ്ഞിട്ട് ഇതേ ആവശ്യം വീണ്ടും ഉന്നയിച്ചപ്പോഴും ഇതേ മറുപടിയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചത്. ഒരു വിശ്വാസി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ കൂലി വാഗ്ദാനം ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്താണ് ബുധാനുഷ്ഠാനം എന്ന അമലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. കുല്ലു അമലി ഇബ്നി ആദം യുളാഅഫ് അൽ ഹസന അശ്റു അംസാലിഹ. ഒരു വിശ്വാസി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ചെയ്തതിനനുസരിച്ചുള്ള കൂലിയല്ല. തെറ്റാകുമ്പോൾ അങ്ങനെ അള്ളാഹു പുറത്തു കൊടുക്കുന്നില്ലെങ്കിൽ അവനുദ്ദേശിച്ചവർക്ക് അവൻ പുറത്തു കൊടുക്കും. ശിർക്കൊഴിച്ച് ബാക്കിയെല്ലാം തെറ്റും. അള്ളല്ലാത്തവരോട് ഒരാൾ ദ്വാരന്നാൽ, അള്ളല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാൽ, ശിർക്കൻ വിശ്വാസങ്ങൾ കലർന്ന ഒരു ജീവിതം നയിച്ചിട്ട് തൗബ ചെയ്യുന്നതിന് മുമ്പാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ അയാളുടെ എല്ലാ അമലും ബാത്തിലായി. അയാൾക്കൊരിക്കലും പിന്നെ അള്ളാഹു മാപ്പ് കൊടുക്കുകയില്ല. എന്നാൽ അതല്ലാത്ത ഏത് തെറ്റും മാദൂനദാലിക് എന്ന് ഖുർആൻ പറഞ്ഞു. അതല്ലാത്ത ഏത് തെറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തെറ്റ് ചെയ്യാൻ ഇടയായ സാഹചര്യം നോക്കി, അവന്റെ മാനസികാവസ്ഥ നോക്കി, സന്ദർഭവും സാഹചര്യവും ഒക്കെ നോക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പുറത്തു കൊടുക്കും. ഒരു തെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും ഒരേ മാതിരിയല്ല. പർപ്പസ്ഫുള്ളി തെറ്റ് ചെയ്യാനായി നടക്കുന്ന ഒരാൾ ആ തെറ്റിന് അവസരം കിട്ടുമ്പോൾ ആ തെറ്റ് ചെയ്യുന്നതും, അത്രയൊന്നും ശ്രദ്ധിക്കാതെ തെറ്റിൽ അകപ്പെട്ടതും, സന്ദർഭത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ഒരാൾ തെറ്റ് ചെയ്യാൻ ഇടയായതും ഒക്കെ വ്യത്യസ്തമാണ്. ഒക്കെ അള്ളാഹു ഓരോ മനുഷ്യന്റെയും ആ പ്രവർത്തനങ്ങൾ അവന്റെ ഹൃദയങ്ങൾ കൂടി നോക്കിയിട്ടാണ് അതിന് രക്ഷശിക്ഷകള്, മഗ്ഫിറത്ത്, മർഹമത്ത് ഒക്കെ അള്ളാഹു നൽകുക. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ മഗ്ഫിറത്ത് ലഭിക്കുക എന്നത്. അതിന് അർഹരാകാൻ നാം സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരാളും അവന്റെ അമലുകൊണ്ട് സ്വർഗത്ത് പോകുമെന്ന് വിചാരിക്കേണ്ടിയില്ല. ഞാൻ കുറെ നിസ്കരിച്ചു കൂട്ടിയിട്ടുണ്ട്, കുറെ നോമ്പൊക്കെ നോറ്റിട്ടുണ്ട്, എന്റെ ധനത്തിൽ നിന്ന് സകാത്തും കൊടുത്തിട്ടുണ്ട്, എനിക്ക് സ്വർഗം തന്നേ പറ്റൂ എന്ന ഒരു വാശി ആർക്കും ഉണ്ടാകേണ്ടതില്ല. അങ്ങനെ കിട്ടിക്കോളണമെന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന് വരെ അങ്ങനെയാണ്. അതുകൊണ്ട് സഹാബത്ത് ഇത് കേട്ടപ്പോ അത്ഭുതപ്പെട്ടു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം ലഭിച്ചാലല്ലാതെ ഒരാൾക്കും സ്വർഗം പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ അമാ അൻത യാ റസൂലല്ലാഹ്, അപ്പൊ അങ്ങയുടെ കാര്യമോ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, എന്റെ കാര്യം അങ്ങനെ തന്നെ. ഇല്ലാ അൻ യതഗമ്മദനിയല്ലാഹ് ബിറഹ്മത്തിൻ മിൻ, അല്ലാഹുവിന്റെ അപാരമായ റഹ്മത്ത് എനിക്ക് ലഭിച്ചാലല്ലാതെ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സ്വർഗപ്രവേശം സാധ്യമല്ലെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ആ സ്വർഗം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം ലഭിക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾക്ക് നോമ്പ് വന്നു കിട്ടി, അയാൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനും റഹ്മത്തിനും അർഹനാകുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടവനാണ്. ഇനി ഒരു നോമ്പ് വന്നു കിട്ടുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ തനിക്ക് കിട്ടുമെന്നോ ആർക്കാണ് ഉറപ്പുള്ളത്? അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഈ വചനം ശ്രദ്ധേയമാണ്. റഗമ അൻഫു റജിലിൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി
ورغم أنف رجل دخل عليه رمضان ثم انسلخ قبل أن يغفر له ورغم أنف رجل أدرك عنده أبواه الكبر فلم يدخل الجنة. ഒരു മനുഷ്യന്റെ കാര്യം മഹാസങ്കടം, കഷ്ടം. അയാളുടെ അടുത്ത് പ്രവാചകന്റെ പേര് സ്മരിക്കപ്പെട്ടു. പക്ഷേ ആ പ്രവാചകന്റെ പേരിൽ അയാൾ സ്വലാത്ത് ചെല്ലുന്നില്ല. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി എന്നോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ സ്വലാത്തിന്റെ ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള ഒരു സ്വലാത്ത് പ്രവാചകന്റെ പേര് കേട്ടിട്ട് ചൊല്ലാത്ത മനുഷ്യന്റെ കാര്യം കഷ്ടമെന്ന് പ്രവാചകൻ പ്രയോജിച്ചു. അതുപോലെ തന്നെ ഒരാൾക്ക് റമളാനെത്തി. ആ റമളാനിൽ അയാൾക്ക് സാധിച്ചു കിട്ടേണ്ട മഗ്ഫിറത്തും മർഹമത്തും നേടിയെടുക്കാൻ, ആത്മാർത്ഥമായ തൗബ ചെയ്യാൻ, റബ്ബിനോട് അടുക്കാൻ, അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ, അങ്ങനെ നോമ്പിലൂടെ എന്തെല്ലാം നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുമോ അതൊന്നും നേടിയെടുക്കാതെ ഒരു മനുഷ്യൻ പൊറുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ നോമ്പിൽ നിന്ന് കിട്ടേണ്ട യാതൊന്നും കിട്ടാതെ അയാൾ അതിൽ നിന്ന് ഊരിച്ചാടി പോവുകയാണ്. നോമ്പ് ഒറ്റ നോമ്പ് വച്ചിട്ടുണ്ട്, അങ്ങനെ പെരുന്നാളും ആയിട്ടുണ്ട്, അതങ്ങനെ കഴിഞ്ഞു. നോമ്പ് വന്നതും അറിഞ്ഞില്ല, നോമ്പ് കഴിഞ്ഞതും അറിഞ്ഞില്ല എന്ന രൂപത്തിൽ ആ നോമ്പിന് വേണ്ടി അയാൾ പ്രത്യേകിച്ചൊന്നും അമല് ചെയ്തിട്ടില്ല, ആത്മാർത്ഥമായി റബ്ബിനോട് തൗബ ചെയ്തിട്ടില്ല. അയാൾക്ക് ആ നോമ്പിന്റെ ദിനരാത്രങ്ങളിലൂടെ മഗ്ഫിറത്തും മർഹമത്തും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അത്തരം ഒരു മനുഷ്യന്റെ കാര്യം കഷ്ടമെന്നാണ്, നഷ്ടമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയത്. ഇനി വേറൊരു മനുഷ്യൻ, അയാളുടെ അടുത്ത് തന്റെ പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട്. അത് തനിക്ക് സ്വർഗം നേടിത്തരുന്ന വലിയൊരു അമല. എങ്ങനെ നാലീസപ്പാനെ നോക്കി ഇമ്മാനെ നോക്കിയിട്ട് 5-ാമത്തെ ദിവസം ഡേറ്റ് ആവുമ്പോഴേക്ക് അടുത്ത ആൾക്ക് കൈമാറണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കല്, അതാണ് ചോദിച്ചുകൊണ്ടിരിക്കല്. അങ്ങനെയാണ് ഇപ്പൊ മാതാപിതാക്കളെ നോക്കല്. എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ നിന്നോട്ടെ അമ്മ. ഇത്രയും കാലം നമ്മളെ നോക്കിയ അമ്മയാണല്ലോ, ഇത്ര കാലം നമുക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച പിതാവാണല്ലോ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാം അത് ഈ ബാപ്പയെ കൊണ്ടും ഈ ഉമ്മയെ കൊണ്ടും ആണല്ലോ. ഇനി ഇത്ര കാലം നോക്കുക നീയേ, ജീവിച്ചത്ര അവർക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവരെ നോക്കുക എന്നത്, അവരെ സംരക്ഷിക്കുക എന്നത്, അവരെ പരിരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പുണ്യകരമായ അമലാണെന്ന വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ നോക്കാൻ ഒരാൾ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു സ്വർഗം കിട്ടാനും അയാൾ കൊതിക്കുന്നില്ല എങ്കിൽ ആ മനുഷ്യന്റെ കാര്യവും മഹാകഷ്ടം. ഇതൊക്കെ ഓരോ അവസരങ്ങളാണ്. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള കാര്യം. അത് ചെയ്യാത്തവൻ വലിയ നഷ്ടത്തിലായിരിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 31-32 ആയത്തുകളാണ് ഈ ഖുതുബയുടെ ആദ്യത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നു, ഖദ് ഖസിറല്ലദീന കസ്സബൂ ബിലിഖാഇല്ലാഹ്. എനിക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന ഒരു ചിന്ത നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ, അത്തരം ഒരു ചിന്തയില്ലാതെ ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, അവരുടെ കാര്യം കഷ്ടം. ഏത് നിമിഷവും താൻ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവനാണ് എന്ന ചിന്തയായിരിക്കണം നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും പ്രേരിപ്പിക്കേണ്ടത്. തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അതാകണം പ്രചോദനം. حتى إذا جاءتهم الساعة بغتة قالوا يا حسرتنا على ما فرطنا فيها وهم يحملون أوزارهم على ظهورهم ألا ساء ما يزرون.
പെട്ടെന്ന് അന്ത്യനിമിഷം അവനെ പിടികൂടുമ്പോ ആ മനുഷ്യൻ പരിതപിക്കുന്നുണ്ട്. ഹത്താ ഇദാ ജാഅതുഹുമുസ്സാഅതു ബഗ്ത ഖാലു യാ ഹസ്റതനാ അലാ മാ ഫറത്നാ ഫിഹാ. എൻ്റെ അല്ലാഹുവിൻ്റെ കാര്യത്തിൽ ഞാൻ നിർബന്ധമായും ചെയ്യേണ്ട പലതും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, അത് എൻ്റെ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചുവല്ലോ എന്ന് പരിതപിക്കുകയാണവൻ. വഹും യഹ്മിലൂന ഔസാറഹും അലാ ളുഹൂരിഹിം. അവർ പരലോകത്തെത്തുമ്പോ അവരുടെ മുതുകിൽ അവർ ചെയ്ത പാപഭാരങ്ങളുണ്ടാകും. അലാ സാഅ മാ യസിറൂൻ. അവർ ആ വഹിക്കുന്ന പാപഭാരം എത്ര ചീത്ത. വെറും കയ്യോടല്ല, ചെയ്തു കൂട്ടിയ തിന്മകളുടെ ആ വലിയ ഭാണ്ഡം പേറിക്കൊണ്ടാണ് ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഹാജരാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു അബി ഹാത്തിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നു, നല്ല മനുഷ്യനെ നല്ല സുഗന്ധപൂരിതമായ അവസ്ഥയിൽ, മുഖം വെളുത്ത അവസ്ഥയിൽ ഖബറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഇതുപോലെ കാഫിറായ ഒരു മനുഷ്യൻ, തെറ്റ് ചെയ്തു കൂട്ടി അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന ഭയമില്ലാത്ത മനുഷ്യനെ, ഒരു ഫാജിറായ മനുഷ്യനെ ഖബറിൽ നിന്ന് അയാൾ പുറത്തേക്ക് വരിക ഏറ്റവും വികൃതമായ വേഷത്തിൽ. അയാളുടെ കൂടെ അയാളെക്കാൾ വികൃതമായ ഒരാളുണ്ടാകും. അയാളുടെ അവസ്ഥ എന്താണെന്നറിയോ? അയാൾ പുറത്തേക്ക് വരുന്നത് തന്നെ ദുർഗന്ധം വമിക്കുന്ന കോലത്തില്. ഈ ആളെ കാണുമ്പോ തന്നെ ആ ഖബറാൾ ചോദിക്കും, മൻ അൻത, നീ ആരാണ്? ഇത്രയും വൃത്തികെട്ട വേഷത്തില്, ഇത്രയും ദുർഗന്ധം വമിക്കുന്ന കോലത്തില്. അവമാ തഅരിഫുനി. ആ മനുഷ്യൻ, ഇയാളുടെ കൂട്ടുകാരൻ മറുപടി പറയുന്നുണ്ട്, നിനക്ക് എന്നെ അറിയില്ല അല്ലേ? ഫയഖൂൽ ലാ വല്ലാഹ്, പടച്ചോനാണെ അറിയില്ലല്ലോ. അപ്പോഴാണ് അയാൾ പറയുന്നത്, ഖബ്ബഹ വജ്ഹക് വനത്തന റീഹക് അന അമലുകൽ ഖബീസ്. ഈ വൃത്തികെട്ട കോലത്തില്, ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ ഉള്ള ഞാനുണ്ടല്ലോ, സത്യത്തിൽ ഞാൻ നീ ചെയ്തു കൂട്ടിയ ചീത്തയായ അമലുകളാണ്. ഹക്കദാ കുന്ത ഫിദ്ദുനിയ ഖബീസൽ അമൽ മുൻതിന. ദുർഗന്ധം വമിക്കുന്ന അങ്ങേയറ്റം വൃത്തികെട്ട പ്രവർത്തനമായിരുന്നല്ലോ നീ ദുനിയാവിൽ ചെയ്തു കൂട്ടിയിരുന്നത്. അതാണ് ഞാൻ, നിന്നോടൊപ്പം ഞാനുണ്ടായിരുന്നു. ത്വാലമാ റകിബ്തനി ഫിദ്ദുനിയ. നീ ദുനിയാവിൽ ജീവിച്ച കാലമത്രയും എന്നെയും പേറിയാണ് സത്യത്തിൽ നീ ജീവിച്ചത്. അതുകൊണ്ട് ഈ ഖബറിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി നീ എന്നെ സഹിച്ചേ പറ്റൂ എന്ന് സാരം. യഹ്മിലൂന ഔസാറഹും അലാ ളുഹൂരിഹിം എന്ന് ഖുർആൻ പറഞ്ഞത് വെറുതെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം നന്നാക്കി തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഅബുൻ വലഹു വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ അഫലാ തഅഖിലൂൻ. ഐഹിക ജീവിതം എന്ന് പറയുന്നത് ക്ഷണിക, പെട്ടെന്നുണ്ടത്. ഇല്ലാ ലഅബും വലഹുവ്, കളിതമാശകളും വിനോദവും മാത്രമായി മാറുകയാണ് ഒരു പരിധിവരെ മനുഷ്യന്റെ ജീവിതം. വലദ്ദാറുൽ ആഖിറ, എന്നാൽ പാരത്രികമായ ഭവനമുണ്ടല്ലോ, ഖൈറുൻ ലില്ലദീന യത്തഖൂൻ, റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖികൾക്കായ ആളുകൾക്ക് ആ പരലോകമാണ് ഉത്തമമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അഫലാ തഅഖിലൂൻ, എന്തേ കാര്യങ്ങളെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാകാത്തത്? നാം നമ്മുടെ ബുദ്ധി ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് കിട്ടിയ അവസരങ്ങൾ പരമാവധി നന്മകൾക്കായി ഉപയോഗപ്പെടുത്തണം. ഈ വരുന്ന റമളാനിലെ ദിനരാത്രങ്ങൾ അങ്ങനെയാകണം നാം കാണേണ്ടതും കഴിച്ചുകൂട്ടേണ്ടതും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് തഖ്വയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഓരോ ദിനവുമെന്നല്ല ഓരോ നിമിഷവും ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അക്കാര്യം ബോധ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. ഉറക്കമാകുന്ന മരണത്തിന് ശേഷം ഒരിക്കൽ കൂടി എനിക്കിതാ ജീവൻ നൽകിയ അല്ലാഹുവേ നിനക്കാവുന്നു സർവസ്തുതിയും. ഏത് സമയത്തും ആ റഹ്മാനായ റബ്ബിങ്കലേക്കാണ് തിരിച്ചു ചെല്ലേണ്ടത് എന്ന് അവൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ ദിനം ആരംഭിക്കുന്നത്. ഓരോ സമയത്തിലും അവൻ റബ്ബിനെ ഓർക്കുന്നു, റബ്ബിനിഷ്ടപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നു. ഓരോ നിമിഷവും തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ അവൻ ശ്രദ്ധിക്കുന്നു. യഹ്തനിം ഖംസൻ ഖബല ഖംസ്, സാധാരണ നമ്മൾ കേൾക്കുന്ന ഹദീസ്. 5 കാര്യം വരുന്നതിന് മുമ്പ് 5 കാര്യം നീ നിന്റേതാക്കി മാറ്റണം. അതിൽ നിന്ന് നീ ആ അവസരം ഉപയോഗപ്പെടുത്തണമെന്നർത്ഥം. ശബാബക ഖബല ഹറമക്, ഇന്നത്തെ ഈ യൗവനം അത് എന്നും നിലക്കണല്ല, പെട്ടെന്നുണ്ട് അത് നശിക്കാൻ. കാണെ നമുക്ക് പ്രായമാവുകയാണ്. നമ്മുടെ ഓരോ അവയവത്തിനും ഉള്ള ആ ശക്തിയും ശേഷിയും ആരോഗ്യവും ഒക്കെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വയോവൃദ്ധനായി വാർദ്ധക്യ സഹജമായ രോഗത്തിനടിമപ്പെടുന്നതിന് മുമ്പ് നിന്റെ യൗവനം നീ ഉപയോഗപ്പെടുത്തണം. വസിഹ്ഹതക ഖബല സഖമിക്, നീ രോഗിയാകുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യം നീ നിനക്കായി ഉപയോഗപ്പെടുത്തണം. വഗനാക ഖബല ഫഖരിക്, സമ്പത്തിന്റെ കാര്യവും അങ്ങനെ തന്നെ. ഇന്നത്തെ സമ്പന്നനാണ് നാളത്തെ ദരിദ്രനായി മാറുന്നത്. ഇന്നത്തെ മുതലാളിയാണ് നാളത്തെ തൊഴിലാളിയായി മാറുന്നത്. അതുകൊണ്ട് ആ സമ്പത്തും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം. വഫറാഗക ഖബല ശുഗലിക്, എപ്പോഴും നമ്മൾ തിരക്കില. ഒരു പണിയില്ലെങ്കിലും പറയും ഞാൻ തിരക്കില്ലേനു, ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല. നമ്മളുടെ ആ സമയത്തെ നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സർവോപരിവായ ഹയാതക ഖബല മൗതിക്, നിനക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ് നിന്റെ ജീവിതം നീ യഥാവിധി ഉപയോഗപ്പെടുത്തണം. ഇതൊക്കെ ആ സന്ദർഭവും സാഹചര്യവും യഥാവിധി ഉപയോഗപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മിമ്പറിൽ കയറുമ്പോൾ ആമീൻ പറയുന്നത് കേട്ട് സഹാബികൾ അതിൻ്റെ പൊരുൾ അന്വേഷിക്കുകയുണ്ടായി. അപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്, റമളാൻ വന്നെത്തിയിട്ട് ഒരാൾക്ക് അള്ളാഹുവിൻ്റെ പാപമോചനം കിട്ടിയിട്ടില്ലെങ്കിൽ, അതിനയാൾ അർഹനാകുന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് വിദൂരത്താകട്ടെ അയാൾ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും ഖുൽ ആമീൻ എന്ന് എന്നോട് കൽപ്പിക്കുകയും ചെയ്തു. അതിന് പ്രത്യുത്തരമേകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ പ്രവാചകരെ എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ഒരു ആമീൻ പറഞ്ഞത്. പിന്നെയും ആമീൻ പറഞ്ഞല്ലോ. സഹാബത്ത് ചോദിച്ചു, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രായം ചെന്ന മാതാപിതാക്കൾ ഉണ്ടായിട്ട് അത് അവന് സ്വർഗം നേടിക്കൊടുക്കുന്നില്ലെങ്കിൽ, അങ്ങനെ അയാൾ നരകത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അയാൾ വിദൂരത്തായി
വിദൂരത്താകട്ടെ എന്നായിരുന്നു പ്രാർത്ഥന. അപ്പോഴും പ്രവാചകനോട് ആമീൻ പറയാൻ കൽപ്പിച്ചു. മറ്റൊന്ന്, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ മടിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ്. പ്രവാചകന്റെ പേര് കേട്ടിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ മടിക്കുകയാണെങ്കിൽ അയാൾക്കും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അയാൾ വിദൂരത്താകട്ടെ എന്ന പ്രാർത്ഥനയായിരുന്നു ജിബ്രീൽ പ്രാർത്ഥിച്ചത്. എന്നോട് ആമീൻ പറയാൻ കൽപ്പിക്കുകയായിരുന്നു. പ്രിയ സഹോദരന്മാരെ, നമുക്ക് വന്നു കിട്ടിയ ഈ റമളാനാകുന്ന അവസരം ഉപയോഗപ്പെടുത്തുക. ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ഒഴികഴിവ് പറഞ്ഞിട്ട് ഒരു നന്മയിൽ നിന്നും മാറി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാധാരണ മനുഷ്യന്മാരുണ്ടല്ലോ, അയാൾക്ക് ആ അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയാതെ വന്നാൽ അയാൾ കാലത്തെയും വിധിയെയുമാണ് പഴിക്കുക. അതിനുള്ള വിധിയില്ലേക്കും എന്നാണ് പറയാ. വെറുതെ വിധിയെ പഴിക്കാതെ നമുക്ക് കിട്ടിയ അവസരം യഥാവിധി ഉപയോഗപ്പെടുത്താനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇഹത്തിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകളുമായി മുന്നോട്ടു പോകുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിലെ ദിനരാത്രങ്ങൾ എല്ലാ അർത്ഥത്തിലും അന്യൂനമായ രൂപത്തിൽ അങ്ങേയറ്റത്തെ പ്രീതി കരഗതമാകും രൂപത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുഴുകുവാനും അങ്ങനെ റയ്യാൻ എന്ന സ്വർഗത്തിന്റെ സവിശേഷമായ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുമുള്ള അവസരം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്കേവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗികളായ ആളുകൾക്ക്, വിവിധങ്ങളായ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം മുക്തിയും സമാശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين.